ഫ്രിഡ്ജിൽ ഇറച്ചി സൂക്ഷിക്കുക, മീൻ സൂക്ഷിക്കുക, ഭക്ഷണം സൂക്ഷിക്കുക. ഇതിനൊക്കെ വലിയൊരു അപകടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരൊറ്റ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് വേവിച്ചതും സൂക്ഷിക്കൽ, വേവിക്കാത്ത സൂക്ഷിക്കണം. അതിൻ്റെ ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ഒരൊറ്റ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇറച്ചി സൂക്ഷിക്കും, പച്ച ഇറച്ചി സൂക്ഷിക്കും, അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ചോറും സൂക്ഷിക്കും. ഈ ഇറച്ചിനെ തിന്നണമെങ്കിൽ എന്തൊക്കെ സംസ്കൃത പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്? ഈ ബാക്ടീരിയാസ് പരസ്പരം എന്ത് ചെയ്യുന്നത്? ഇത് തമ്മിൽ കൂടിക്കലരും. ഇതുകൊണ്ടൊക്കെ വരുന്ന ആപത്തുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ആപത്തുകളാണ്? ഇന്ന് നമ്മളെ നാട്ടിൽ ക്യാൻസർ അധികരിച്ചു. എന്താ ക്യാൻസറിന് പ്രധാനപ്പെട്ട കാരണം? ഇത്തരം ഭക്ഷണങ്ങൾ, ഹോട്ടൽ ഫുഡ്. അതേപോലെ തന്നെ ഹോട്ടൽ പോലെ തന്നെയാണ് വീടും. എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ? ആവശ്യത്തിലുള്ള ഭക്ഷണം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ ഭക്ഷണം, ആവശ്യത്തിലധികം ഭക്ഷണം ആയതുകൊണ്ടല്ലേ? കുറഞ്ഞ ഭക്ഷണം മതി. ഇംഗ്ലീഷുകാർ ഇവിടെ വന്നപ്പോൾ ഈ നാടിനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു നാടുണ്ടെങ്കിൽ അവൾ പടച്ചോൻ പാർക്കുന്ന നാടാണ്, ഇത് സ്വർഗ്ഗാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇംഗ്ലീഷുകാർ ഈ നാട്ടിനിട്ട പേരാണ് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. അതാണ് ഇപ്പം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രോഗികളുടെ നാടായി മാറിയത്. ലോകത്തെ വൻകിട കമ്പനികളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പണം ചെലവഴിക്കുന്നത്. എന്തിന്? കാരണം ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ നാട്, കേരളം എന്ന കാരണത്താൽ വലിയ വലിയ അമേരിക്കൻ കമ്പനികൾ വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ കോടാനക്കോടി പണം ചെലവഴിച്ച് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ. എന്തുകൊണ്ട്? അവർക്ക് ഇരട്ടി അതിൻ്റെ 100,000 ഇരട്ടി തിരിച്ചു കിട്ടുമെന്നവർക്ക് ഉറപ്പാണ്. എന്തുകൊണ്ട്? ഈ അടുത്ത കാലഘട്ടത്തിൽ ആധുനികത ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു സമൂഹമാണ് മലയാളികൾ എന്നതാണ് അതിനടിസ്ഥാനപരമായ കാരണം. അപ്പോൾ ഇത് പറയുമ്പോൾ പല ആളുകൾക്കും വിഷമം തോന്നരുത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു സഹോദരി, അവർ ഇതിൻ്റെ ഈ ആരോഗ്യ ക്ലാസിൻ്റെ ചില ഭാഗങ്ങൾ അവരുടെ കുടുംബ ഗ്രൂപ്പിൽ വിട്ടപ്പോൾ വളരെ ഫ്രിഡ്ജ് പോലെയുള്ള ഉപകരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞത് ശരിയായില്ല എന്ന പല വീക്ഷണങ്ങളും പല സഹോദരിമാരും പങ്കുവച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ ആദ്യമായി നിങ്ങളോട് വളരെ താഴ്മയായി പറയാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ, ഞാൻ വളരെ ഒതൻറ്റിക്കായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുള്ളൂ, അല്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ മറ്റോ പറയൂല. വളരെ കൃത്യമായ പഠനങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നു. ആ പഠനങ്ങൾ ലോകത്ത് അതിപ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ പുറത്തുവിട്ട വിവരങ്ങൾ, പിന്നെ നമ്മുടെ പൗരാണിക ആചാര്യന്മാർ പറഞ്ഞു വെച്ച യാഥാർത്ഥ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മാത്രമേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. യാതൊരു കാരണവശാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കലോ അല്ലെങ്കിൽ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയലോ എൻ്റെ ഉദ്ദേശ്യമല്ല. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുകയുമില്ല. ഫ്രിഡ്ജ് 100% അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നിങ്ങളോട്, നിങ്ങൾക്ക് വിഷമമുണ്ടാവാം ഫ്രിഡ്ജ് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ പലരും, എൻ്റെ വീട്ടിലടക്കം ഫ്രിഡ്ജ് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. അതേസമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൻ്റെ അമിത ഉപയോഗം കുറക്കുക. ഫ്രിഡ്ജ് ഒഴിവാക്കണമെന്ന് പറയാനാണ് എൻ്റെ മനസ്സ്. കാരണം ട്രഡീഷണലായി നമ്മൾ വരുന്ന വളരെ അടിസ്ഥാനപരമായ ചില നമ്മുടെ പാരമ്പര്യ രീതികളിൽ വന്ന മാറ്റം വലിയ വലിയ ആപത്താണ് നമ്മുടെ ആരോഗ്യരംഗത്ത് വന്നത്. ചില സഹോദരങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ മുസ്ലിയാർ ഇങ്ങനെ പറയുന്നത് എന്ന്, ഇതിലൊക്കെ എന്തിനാണ് ഇയാൾ അഭിപ്രായം പറയുന്നത് എന്നും ചില ആളുകൾ പ്രതികരിച്ചതായി ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു. മതം കൈവെക്കാത്ത ഒരു വിഷയവുമില്ല. മതപണ്ഡിതന്മാർ എല്ലാത്തിലും, ഒരു മതപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അയാളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഒരു മതപണ്ഡിതൻ യഥാർത്ഥ പണ്ഡിതനാകുമ്പോൾ അയാളൊരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം അയാളൊരു സർവകലാശാലയാണ്. സർവകലയും അയാളിൽ ഉണ്ടായിരിക്കണം. സർവകലയെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ജ്ഞാനങ്ങളും അയാൾക്കുണ്ടായിരിക്കണം. അതാണ് മതപണ്ഡിതൻ, അതാണ് അടിസ്ഥാന മതപണ്ഡിതൻ. അല്ലാതെ ആരാധനാ രംഗത്തെ
ചില കർമ്മങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നവൻ യഥാർത്ഥത്തിൽ അത് പണ്ഡിതൻ്റെ പൂർണ്ണതയല്ല. ഞാൻ പണ്ഡിതനായി നടിക്കല്ല ചെയ്യുന്നത്, പകരം മതം കൈവെക്കാത്ത ഒരു വിഷയവുമില്ല. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലുല്ലാഹുൽ ആഫിയ, നിങ്ങൾ എപ്പോഴും അള്ളാഹുവോട് ആരോഗ്യം ചോദിക്കണം എന്ന് പറഞ്ഞ പ്രാർത്ഥനക്ക്, അതായത് ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനക്ക് പ്രേരിപ്പിക്കുന്ന അവിടുത്തെ വചനങ്ങൾ നൂറുകണക്കിനാണ്. എത്ര വിഷയങ്ങളിലാണ് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം പുണ്യ റസൂൽ പറയുന്നതിന് കയ്യും കണക്കുമില്ല. പിൽക്കാലഘട്ടത്തിൽ നമ്മളെ മതപണ്ഡിതന്മാർ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബന്ധപ്പെടാനാവാത്ത ഒരു കാര്യമില്ല. പിന്നെ മാത്രമല്ല, സമൂഹം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു വേദനയാണ് ഈ പ്രഭാഷണത്തിൻ്റെ അടിസ്ഥാനം. സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് കണ്ണിൽ കാണുക, സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണിൽ കാണും. അപ്പം നമ്മൾ തവിട് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് മാനസികമായി വല്ലാത്തൊരു പ്രയാസം വരാറുണ്ട്. ഒരാളത് കഴിക്കുന്നത് കാണുമ്പോഴും പ്രയാസം വരും. ഞാൻ തന്നെ ചില സന്ദർഭത്തിൽ അങ്ങനെ ആൾ ഇരുന്നെന്ന് വരുത്തും. ഉള്ളിൽ വളരെ വിഷമായിരിക്കും. ഒരു കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ഈ ഭക്ഷണത്തിൽ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലോ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇതിൽ തവിടില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ അത് നമ്മൾ എന്താ പറയുക, നമ്മളൊരു വേറിട്ട ആളായി കാണിക്കാനുള്ള ഒരു എന്താണെന്ന് ജനം തെറ്റിദ്ധരിച്ചു. പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കുറഞ്ഞ വിവരമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നാണ് വരുത്തി തീർക്കും. പക്ഷെ വളരെ പ്രയാസമാണ് എനിക്ക് ഈ തവിടില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത്. കാരണം തവിട് എന്ന് പറയുന്നത് വിഷാംശത്തെ പുറത്തേക്ക് തള്ളുന്നതും ആരോഗ്യത്തിന് അടിസ്ഥാന മൂലകങ്ങളെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ ഉപയുക്തമായതുമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻ അടങ്ങിയ ഒരു സാധനമാണ് തവിട്. അത് നിർബന്ധമായി നാച്ചുറലായി നമ്മുടെ ഭക്ഷണത്തിലുണ്ടായിരിക്കണം. അതിൻ്റെ ഓരോ തന്മാത്രയിലും അതുമായി ബന്ധപ്പെട്ടതുണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ ആരോഗ്യമില്ലാത്ത ആളെ കാണാൻ ഭംഗിയുണ്ട്, ചൊറുക്കുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ആരോഗ്യമില്ല. പലതും കഴിയൂല, ആളുകൾക്ക് അതിന് കഴിയൂല. ഇപ്പം നമ്മളെ പുതിയ കുട്ടികൾക്ക് നല്ല ഒരു ഭക്ഷണം കഴിച്ച് ചവച്ചരച്ച് കഴിക്കാനുള്ള ഒരു സിദ്ധി പോലുമില്ല. അത് വൃത്തിയായി ഒന്ന് ചവച്ചരച്ച് കഴിക്കുക. ഇപ്പം സാധാരണയായി നമ്മളെ എന്താ പറയുക, സാധാരണയായി ഇപ്പം നാടൻ കോഴി ചവച്ചരച്ച് ചവക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രോയിലർ കോഴി ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനം എടുത്താലേ നാടൻ കോഴി ചവക്കാൻ കഴിയുള്ളൂ. എന്നെപ്പോലത്തെ ആളുകൾ, ഞങ്ങളൊക്കെ വളർന്നത് ആ രണ്ടാമത്തെ കോഴി ഇല്ലാത്തൊരു സിസ്റ്റത്തിലാണ്. കഴിച്ചതും അങ്ങനെയാണ് കൂടുതലും. അപ്പം അതൊരു പ്രയാസമില്ല. അതിന് വേവും കൂടും. ഇന്നിപ്പോൾ പുതിയ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ അടുക്കളയിലെ പെണ്ണുങ്ങൾക്ക് നാടൻ കോഴിയുടെ വേവ് അറിയില്ല. എന്താ പറയുക, നമ്മളെ ബ്രോയിലർ കോഴി വീട്ടിലെത്തിയാൽ അതൊരു തളയോ 2 തളയോ തിളച്ചാൽ അത് വെന്തും. അത് ചൂട് കണ്ടാൽ തന്നെ അത് വേവും. കാരണം അത് ആകെ 10, 40, 45 ദിവസത്തെ കാലാണത് ഭൂമിയിൽ ജീവിച്ചത്. അപ്പം അത്ര കരുത്തേ അതിൻ്റെ ഇറച്ചിക്കുണ്ടാവുള്ളൂ. അതേ വേവിലാണ് ഇന്ന് നാടൻ കോഴി വേവിക്കാൻ നമ്മളെ പെണ്ണുങ്ങൾ കഴിക്കാനേ കൊള്ളില്ല. എല്ലുമായിട്ട് ചൂട് തട്ടിയിട്ടുണ്ടാവില്ല എല്ലിന്. നല്ല തീ അകത്തേക്ക് പോയിട്ട് എല്ലും മാംസവും തമ്മിൽ വേറിടുന്ന രൂപത്തിൽ തീ അകത്തേക്ക് പോകണം. അത്രയും ഹീറ്റിങ് ഉള്ളിലേക്ക് കയറി വരണം. അപ്പോൾ മാത്രമേ നാടൻ കോഴി കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് നാടൻ കോഴിയുടെ വേവ് അറിയൂല. എന്താണ് കാരണം? നമ്മളെ പുതിയ സിസ്റ്റം. അപ്പോൾ എല്ലാ രംഗത്തും നമ്മളെ പരമ്പരാഗതമായി നമ്മൾ കൈവശം വച്ചിരുന്ന ഒരുപാട് നന്മകൾ, ആ നന്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിലേറ്റവും ഒരു അപകടകരമായ, വർജിക്കാൻ കഴിഞ്ഞെങ്കിൽ ചെയ്യണം നിർബന്ധമായും. ഞാൻ പറയട്ടെ, 10,000-കണക്കിന് വർഷങ്ങളായി ജനങ്ങൾ കുടുംബവും വീടുമായി താമസിച്ചിരുന്ന ഭൂമിക്ക് മുകളിൽ ഒരു 25-35 കൊല്ലത്തിലായിട്ടാണ് നമ്മൾക്ക് ഈ ഫ്രിഡ്ജ് വരുന്നത്. അതിന് മുമ്പ് ഫ്രിഡ്ജില്ല. അപ്പോൾ ഇതൊരു അനാവശ്യ ഉപകരണമല്ലേ? ഈ ഉപകരണം നമുക്ക് വരുത്തി വെച്ചത് എന്തൊക്കെ രോഗങ്ങളാണ്? അതിന് കയ്യും കണക്കുമില്ല. ഈ ഉപകരണം, എന്താ പറയുക,
ഈ ഫ്രിഡ്ജ് എന്ന ഉപകരണം നമുക്ക് വരുത്തി വെച്ച രോഗങ്ങൾക്ക് കയ്യും കണക്കില്ല, പ്രയാസങ്ങൾക്ക് കൈ. അത് ദയവായി ഒന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായി. അത് പറ്റൂല. ചേനയെക്കുറിച്ചും കാച്ചിലിനെ കുറിച്ചും ചേമ്പിനെ പറ്റിയൊക്കെ ഉള്ള ചേനത്തണ്ടും ചേമ്പിൻ്റെ തണ്ടും താളും ഇതിനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ നല്ല പ്രഭാഷണമായി എല്ലാവരും സ്വീകരിച്ചു. അതേ സമയത്ത് ഫ്രിഡ്ജിനെ പറ്റി പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സ്ത്രീകൾക്ക്. കാരണം അവർക്ക് ഫ്രിഡ്ജില്ലാത്തൊരു ജീവിതമില്ല. ഫ്രിഡ്ജ് മാറ്റി വെച്ചേ മതിയാവും. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് ഒന്ന് ഞാൻ പറയട്ടെ. ഇനി ഇപ്പോൾ ഉദാഹരണം പറയാം. ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണം ഫ്രിഡ്ജിൽ കയറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കുക. എൻ്റെ ഇടയ്ക്ക് അതിഥികൾ വന്നാലോ, പഴയ കാലത്ത് അതിഥികൾ വന്നാൽ എങ്ങനെയായിരുന്നു? അങ്ങനെ പഴയ കാലത്ത് അതിഥികൾ വന്നാൽ ഭക്ഷണത്തിൻ്റെ നേരത്തേക്ക് അതിഥികൾ വന്നാൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വീട്ടിലുള്ള ആളുകൾ ഒന്ന് അളവ് ചുരുക്കും. ആ അളവ് ചുരുക്കുന്നത് നമുക്ക് ആരോഗ്യകരമായി നല്ലതുമാണ്. അത് നമ്മൾ ലേശം ക്ഷമിച്ചാൽ മതി. അതൊന്ന്. പിന്നെ രണ്ടാമത്തത് അതിനപ്പുറത്തേക്ക് ഭക്ഷണ സമയം കഴിഞ്ഞിട്ടാണ് അതിഥികൾ വന്നാലോ പഴയ കാലത്തെ ആളുകൾ ചെയ്തതുപോലെ നമ്മളും ചെയ്യാം. ഇപ്പം വീട്ടിൽ മുറുക്കുണ്ടാവും. മുറുക്ക് ഏകദേശം വീട് മുറുക്കുണ്ടാവും. ചായ മുറുക്കുണ്ടാക്കി കൊടുക്കുക, ചായ ബിസ്ക്കറ്റ് കൊടുക്കുക, ഒരു ചായ ബിസ്ക്കറ്റ് ചായ അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുക. അതെ, എല്ലാവർക്കും ചോറും ബീഫും കൊടുക്കണം, എല്ലാവർക്കും ചോറും മീനും, എല്ലാവർക്കും ചോറും ചിക്കനും കൊടുക്കണം എന്ന് ആര് വന്നാലും എപ്പോഴും ചോറ് എപ്പോഴും ചിക്കൻ. അങ്ങനെ ഇപ്പം ചോറിനൊരു നേരം ഇല്ല. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ചോറിന് നേരമുണ്ട്. ഇത് ചോറ്റിൻ്റെ നേരാന്ന് പറയാം. ഇപ്പം അങ്ങനെ ചോറിന് നേരമല്ല. ഏത് വീട്ടിൽ എപ്പോഴും ചോറ്. ഇത് ഏതാ ചോറ്? മരിച്ച ചോറ്, ഡെഡ് ഫുഡ്. ഇത് മിനിഞ്ഞാന്നോ അതിൻ്റെ തലേ ദിവസമോ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടാക്കിയ ഡെഡ് ഫുഡാണ്. മനസ്സിലാവുന്നത് പറഞ്ഞത്? ഈ ഫുഡ് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടാക്കിയപ്പോൾ ഇത് നല്ല ഭക്ഷണമായിരിക്കും. ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് സമയങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ എന്തായി? അത് അഴുകിപ്പോയി, അത് നശിച്ചുപോയി, അത് ഡെഡായിപ്പോയി. പ്രാണൻ, ആയുർവേദം പറയുക പ്രാണൻ നശിച്ച ഭക്ഷണം എന്നാണ്. നേരം കഴിയുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ഭക്ഷണത്തിൻ്റെ സമയം 3 മണിക്കൂറാണ്. മനസ്സിലാണല്ലോ പറഞ്ഞത്? ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചിരിക്കൽ 3 മണിക്കൂറിനുള്ളിൽ ആ ഭക്ഷണം കഴിച്ചിരിക്കണം. ഇല്ലെങ്കിലോ ഡെഡ് ഫുഡാണത്. കേട് കൂടാതെ ഇരിക്കും. അതായത് അഴുകിയ രുചിയോ മണമോ വരാത്ത രൂപത്തിലാക്കി അതിരിക്കും. ശരി. ഇപ്പോൾ നമ്മൾ ഒരു ഇറച്ചി കൂട്ടാനോ ഒരു മീൻ കൂട്ടാനോ ഒക്കെ ഉണ്ടാക്കിയാൽ അത് പിന്നെ നമ്മൾ വേഗം കഴിച്ചിട്ടില്ലെങ്കിൽ നശിച്ചു. അതേ സമയത്ത് അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ നശിക്കൂല എന്ന് നമ്മൾ പറയും. പക്ഷെ എന്ത് പോകും? അതിൻ്റെ ജീവൻ പോവും, പ്രാണൻ നഷ്ടപ്പെടുമെന്നാണ് ആയുർവേദം പറയാം. നേരെ വൈകിയാൽ ഭക്ഷണത്തിൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകും. അഥവാ അത് ഡെഡ് ഫുഡായി. അങ്ങനെ ഡെഡ് ഫുഡായ ഈ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ, അതായത് നേരെ ഗുണത്തിന് പകരം ദോഷം നിന്റെ ആമാശയത്തിൽ വരുത്തി വെക്കും. ഇതാണ് ഇന്ന് നമ്മളെ മിക്ക വീടുകളിലുമുള്ള ഭക്ഷണങ്ങൾ. ഇപ്പം നിങ്ങൾ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോഴത്തിന് അവർ നിങ്ങൾക്ക് ഭക്ഷണവും കാര്യമൊക്കെ പെട്ടെന്ന് 10 മിനിറ്റോളം ഒരുക്കി തരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? എന്താ അതിനൊരുക്കി 10 മിനിറ്റ് 15 മിനിറ്റോട് ഭക്ഷണം ഒരുങ്ങി. കാരണം എന്താ? ഇതിൽ ഒരു പക്ഷേ ഇത് മുഴുവനും അല്ലെങ്കിൽ ഇതിൽ ചില ചേരുവകളെങ്കിലും ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടാക്കിയതാണ്. ഇപ്പം അവർ ചൂടാക്കുക മാത്രമാണ് ചെയ്തത്. ഹോട്ടലുകൾ ഇതൊക്കെ നമ്മൾ വർജിച്ചേ മതിയാകൂ. പഴയ ഹോട്ടലല്ല പുതിയ ഹോട്ടൽ. പഴയ ഹോട്ടൽ ധൈര്യത്തിൽ ഭക്ഷണം കഴിക്കാം. പുതിയ ഹോട്ടൽ അങ്ങനെ ധൈര്യത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഡെഡ് ഫുഡായിരിക്കും. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടാക്കിയ ഭക്ഷണം ഇപ്പോൾ ചൂടാക്കി തരികയാണ്. വലിയ 1% ഹോട്ടലിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പം ഞാൻ പറയട്ടെ, ഒരു ബിരിയാണി, ഒരു വീട്ടിൽ ഒരു ഹോട്ടലിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? രാവിലെ, അതിരാവിലെ. ഉദാഹരണം പറയാം, രാത്രി 11, 12, 1 മണി 2 മണി വരെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഹോട്ടലുകൾ.
ഈ ഹോട്ടലിൽ രാവിലെ ഒരു 10 മണിയായാൽ ബിരിയാണി, അല്ലെങ്കിൽ 9 മണിക്ക് ബിരിയാണി കയറ്റും. അതിൻ്റെ ചേരുവൊക്കെ ഒരു ബിരിയാണി കയറ്റും. നേരത്തെ അടച്ചിട്ട് നേരത്തെ തുറക്കുന്ന, സുബഹിക്ക് ശേഷം തുറക്കുന്നതാണെങ്കിലോ അവർ പൊറാട്ടയും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ചൂടും. ബിരിയാണിക്കുള്ള സാധനങ്ങൾ ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേന് അതും കയറ്റും. ഈ ബിരിയാണി നിങ്ങൾക്ക് രാത്രിയും കിട്ടും. ഈ ബിരിയാണി നിങ്ങൾ വൈകുന്നേരവും ഈ ബിരിയാണി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭക്ഷണത്തിൻ്റെ സമയം 3 മണിക്കൂറാണ്. നിങ്ങൾ ഇതൊക്കെ വളരെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ട വളരെ അടിസ്ഥാന സത്യങ്ങളാണ്. 3 മണിക്കൂറിനപ്പുറം നിങ്ങളുടെ 3 മണിക്കൂറിനുള്ളിൽ ഈ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിന് ഗുണകരമാകുമ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കും. ഇപ്പം പണ്ട് ഒരു ഹോട്ടലിൽ പോയാൽ ഹോട്ടലിൽ നമ്മൾക്ക് മിതമായ സാധനങ്ങളെ കിട്ടൂ. എന്തുകൊണ്ട്? അതിന് നേരമുണ്ട്. ഇപ്പോൾ നേരമില്ല. ഭൂമിയിൽ 100 കോടി ജനങ്ങളായിരുന്ന അക്കാലത്ത് കടകളുണ്ടായിരുന്നു. ആ കടയിൽ രാവിലെ പോയാൽ പിന്നെ കട്ടൻ ചായ, അതിരാവിലെ പാൽച്ചായ കിട്ടും. 8 മണി കഴിഞ്ഞാൽ കട്ടൻ ചായ കിട്ടും. പിന്നെ 3 മണിയുടെയും 5 മണിയുടെയും പാൽച്ചായ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെയും കട്ടൻ കാപ്പിയോ കട്ടൻ ചായ കിട്ടും. ഇപ്പോൾ 800 ചില്ലാനം കോടി ജനങ്ങൾ ഭൂമിയിലുണ്ട്. ഇവരൊക്കെ ചായ പിടിയും കഴിക്കുന്നുണ്ട്. ഫുൾ ടൈം പാലാണ്. എന്തുകൊണ്ട്? ഇത് ആരോഗ്യദായകമായ പാലല്ല, ഇത് ഒറിജിനൽ പാലേ അല്ല. എന്താണ് മനസ്സിലാകാത്തത്? അന്ന് ഇഷ്ടം പോലെ പശുക്കളുണ്ട്, ഇന്ന് അത്ര പശുക്കളില്ല. പിന്നെ ഒരു പശു എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഒരു പശു പാല് തരുന്ന 4 ലിറ്ററാണ്. അപ്പൊ ആ 4 വലിയ പശു പാല് തരിക 4 ലിറ്ററാണ്. ഇന്നൊരു പശു തരിക 100 ലിറ്ററാണ്. അതിനെന്താ വ്യത്യാസം? അതിന്റെ പ്രോട്ടീൻ്റെ കമ്മി ഉണ്ടാവും. കൃത്രിമമായി കൊടുത്ത ഭക്ഷണത്തിന്റെ ഉൽപ്പന്നമാണ് ആ പാല്. അപ്പൊ അതിന് ഒരു ഗുണം ഉണ്ടാവില്ല. പകരം എന്നല്ല, അതിൽ പലതും ചില രാസവസ്തുക്കൾ അതിൽ ഉണ്ടാവും ആ പാലിൽ. അത് ചൂടാക്കുമ്പോൾ നേരെ വിപരീത ഗുണമാണ് ഉണ്ടാവുക. ഇത് പറഞ്ഞിട്ട് എന്താ മനസ്സിലാകാത്തത്? ഫ്രിഡ്ജ് വീട്ടിൽ നിന്ന് മാറ്റി വെക്കണം. ഫ്രിഡ്ജ് ഒരു ആവശ്യമുള്ള ഉപകരണമല്ല. എന്തുകൊണ്ട് നമ്മളെ വീട്ടിൽ അത് പെണ്ണുങ്ങളോട് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ആ സാധനം മാറ്റി വെക്കണം. അപ്പം പിന്നെ ഇറച്ചി എവിടെ സൂക്ഷിക്കുന്നു? ഇറച്ചി അങ്ങനെ ആവശ്യമില്ലാത്ത ഇറച്ചി എന്തിനാ എടുക്കുന്നത്? ആവശ്യമില്ലാത്ത ഇറച്ചി എന്തിനാ വാങ്ങുന്നു? ആവശ്യമില്ലാത്ത മീൻ എന്തിനാ വാങ്ങുന്നു? നമ്മളെ വീട്ടിൽ ഇതിപ്പോ ഈ 25-30 കൊല്ലായിട്ടല്ലേ എന്തുള്ളൂ? ഫ്രിഡ്ജിൽ ഇറച്ചി സൂക്ഷിക്കുക, മീൻ സൂക്ഷിക്കുക, ഭക്ഷണം സൂക്ഷിക്കുക. ഇതിനൊക്കെ വലിയൊരു അപകടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരൊറ്റ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് വേവിച്ചതും സൂക്ഷിക്കൽ, വേവിക്കാത്തതും സൂക്ഷിക്കുന്നത്. അതിൻ്റെ ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ഒരൊറ്റ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇറച്ചി സൂക്ഷിക്കും, പച്ച ഇറച്ചി സൂക്ഷിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ചോറും സൂക്ഷിക്കും. ഈ ഇറച്ചി ഇനി തിന്നണമെങ്കിൽ എന്തൊക്കെ സംസ്കൃത പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്? ഈ ബാക്ടീരിയാസ് പരസ്പരം എന്ത് ചെയ്യുന്നത്? ഇത് തമ്മിൽ കൂടിക്കലരും. ഇതുകൊണ്ടൊക്കെ വരുന്ന ആപത്തുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ആപത്തുകളാണ്? ഇന്ന് നമ്മളെ നാട്ടിൽ ക്യാൻസർ അധികരിച്ചു. എന്താ ക്യാൻസറിന് പ്രധാനപ്പെട്ട കാരണം? ഇത്തരം ഭക്ഷണങ്ങൾ, ഹോട്ടൽ ഫുഡ്. അതേപോലെ തന്നെ ഹോട്ടൽ പോലെ തന്നെയാണ് വീടും. എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ? ആവശ്യത്തിലുള്ള ഭക്ഷണം ഇപ്പം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ ഭക്ഷണം ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടായതുകൊണ്ടല്ലേ? കുറഞ്ഞ ഭക്ഷണം മതി, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, കുറഞ്ഞ ഭക്ഷണം. അതെങ്ങനെ ഉണ്ടാക്കണം ഞാനൊന്ന് പറഞ്ഞുതരാം. അതിൻ്റെ സംവിധാനങ്ങളൊന്നും ഞാൻ പറയുന്നുണ്ട്. ഇത് ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിർബന്ധമായും നമ്മൾ ഫ്രിഡ്ജ് ഒഴിവാക്കുക തന്നെ വേണം. എന്നിട്ട് നമ്മൾ ഒതുങ്ങണം, നമ്മൾ കുറച്ച് ഒതുങ്ങണം. അപ്പോഴേ ആരോഗ്യം നിലനിർത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ കഴിയൂല. നമ്മൾ രോഗികളാണ്. അന്താരാഷ്ട്ര അമേരിക്കൻ കമ്പനികളാണ് ആയിരക്കണക്കിന് കോടികൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്?
എന്തുകൊണ്ട് ഇത്രയും നശിച്ച ശരീരമുള്ള ആളുകൾ കേരളക്കാരാണ്? അമേരിക്കൻ കമ്പനികൾ ആയിരക്കണക്കിന് കോടികളാണ് കേരളം എന്ന ചെറിയ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മളെ പേരെന്താ? ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഞാൻ ഇന്നലെ യാത്രയിൽ ഒരു ബോട്ടോറിക്ഷയുടെ ബാക്കിലോ മറ്റോ അത് കണ്ടപ്പോൾ അങ്ങനെ ആലോചിച്ചു, എന്താ പഠിച്ചോനെ പറഞ്ഞത്? ഗോഡ്സ് ഓൺ കൺട്രി. ഇതാരാ പറഞ്ഞത്? ഇംഗ്ലീഷുകാർ ഇവിടെ വന്നപ്പോൾ ഈ നാടിനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു നാടുണ്ടെങ്കിൽ അവിടെ പടച്ചോൻ പാർക്കുന്ന നാടാണ്, ഇത് സ്വർഗ്ഗാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇംഗ്ലീഷുകാർ ഈ നാട്ടിനിട്ട പേരാണ് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. അതാണ് ഇപ്പം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രോഗികളുടെ നാടായി മാറിയത്. എന്താ കാരണം? ജീവിത രീതിയിൽ വന്ന വ്യത്യാസങ്ങൾ, ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ വന്ന വ്യത്യാസങ്ങൾ. അതിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയും, തീർച്ചയായും കഴിയും. അതിന് തീർച്ചയായും നമ്മളെല്ലാത്തിനും നമ്മൾ ആലോചിക്കണം. നമുക്ക് എല്ലാത്തിനും ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. എന്നും ഇറച്ചിക്കൂട്ടാൻ കഴിക്കണം എന്നത് പരിപാടി ഒഴിവാക്കുക. ഗുണത്തിലേറെ ദോഷമല്ലേ അത്? ഫ്രിഡ്ജിൽ വാങ്ങിയിട്ട് 10 കിലോ ഇറച്ചി വെക്കുക, എന്നിട്ട് ആവശ്യത്തിന് എങ്ങനെ അത് ഉപയോഗിക്കുക. ചിലപ്പോൾ ഒരു 5 കിലോ കൊണ്ട് ബിരിയാണി വെക്കുക, 4 ദിവസം തിന്ന്. ബാക്കിയുള്ളത് അതിന് മുറിച്ച് അങ്ങനെ. ഇത് നാട്ടിൽ നടക്കണില്ലേ? ഇതൊരു ഹോട്ടലിലല്ല. ഹോട്ടലും വീടും തമ്മിൽ ഇപ്പം എന്ത് വ്യത്യാസമുള്ളത്? ഹോട്ടലിലെ ഫുഡ് തന്നെയാണ് വീട്ടിലെ ഫുഡ്, വീട്ടിലെ ഫുഡ് തന്നെയാണ് ഹോട്ടലിലെ ഫുഡ്. വളരെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്തിനാണ് ഈ വിഷം തിന്നുന്നത്? അപ്പോൾ ഫ്രിഡ്ജ് മാറ്റി വെക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഇപ്പോൾ ഹാമിഷികളെ കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഹാമിഷികൾക്ക് ഫ്രിഡ്ജില്ല. എവിടെ അവർ ജീവിക്കുന്നത്? ലക്ഷക്കണക്കിന് ജനത അമേരിക്കയിൽ ജീവിക്കുക. അവർക്ക് ഫ്രിഡ്ജില്ല, കറണ്ടില്ല, മോട്ടറില്ല. എന്തുകൊണ്ട്? അത് നമ്മുടെ പാരമ്പര്യ ഘടനയെ നശിപ്പിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അവരുടെ വിശ്വാസം. അമേരിക്കയുടെ നടുവിലൊരു ജനത ജീവിക്കുക, അവർക്ക് വീട്ടിൽ എന്തില്ല? കറണ്ടില്ല. അമേരിക്കയിൽ നടുവിൽ ഒരു ജനത ജീവിക്കുന്നു, ആ ജനതയ്ക്ക് കറണ്ടില്ല. അവരവരെ കുട്ടികളെ സ്കൂളിലേക്ക്, സാധാരണ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കൂല. എഴുത്തും വായനയും പഠിപ്പിക്കും, പിന്നെ വേദം പഠിപ്പിക്കും, പിന്നെ പാരമ്പര്യ തൊഴിലുകൾ ചെയ്തങ്ങനെ ജീവിക്കും. നമ്മളെ ഇന്നത്തെ ഇതൊന്നും കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും അവർ പഠിപ്പിക്കൂല, അന്നും പഠിപ്പിക്കൂല. വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് അവസാനം കോടതി അവർക്കായി അനുവദിച്ചു. കുട്ടികൾക്ക് പിന്നെ ഉന്നത കോമൺ വിദ്യാഭ്യാസം നൽകുന്നില്ല എന്ന പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അവരെ സ്കൂളുകളിൽ നമ്മൾ ഈ പഠിപ്പിക്കൊന്നും പഠിപ്പിക്കൂല. അക്ഷരം പഠിപ്പിക്കും, പിന്നെ വേദം പഠിപ്പിക്കും, പാട്ടുകൾ പഠിപ്പിക്കും. പിന്നെന്താണ്? പിന്നെ അമ്മയെ പെൺകുട്ടികൾ അടുക്കളയിൽ സഹായിക്കും, അച്ഛനെ മക്കൾ തൊഴിൽശാലകളിലും കന്നുകൂട്ടാനോ ഇതിനൊക്കെ സഹായിക്കും. കഴിഞ്ഞു. അവർ നില പൊഴുതുന്നത് എന്തുകൊണ്ടാണ്? കുതിരനെ പൂട്ടിയാണ്. കുതിര 2, 3, 4 കുതിരയെ കഴുത്തിൽ വെച്ച് നോക്കം വെച്ച് ഇന്നും കന്നുകൂട്ടുക. ഇന്നും അങ്ങനെയാണ് ഗോതമ്പ് വയലുകൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അവരാണ്. ഒരു രാസപദാർത്ഥങ്ങളൊന്നും കൃഷിയിൽ ഉപയോഗിക്കില്ല. നാച്ചുറൽ വളവും പച്ചിലത്തിലെ വളവും മാത്രം ഉപയോഗിക്കും. അമേരിക്കയിൽ ഒരു ജനത, വീട്ടിൽ ഫ്രിഡ്ജില്ല അമേരിക്കയിൽ. അങ്ങനത്തെ ഒരു ജനത, ലക്ഷക്കണക്കിന് ജനത ഉള്ളൊരു ജനത, ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു ജനത ഫ്രിഡ്ജില്ലാതെ ജീവിക്കണം അമേരിക്കയിൽ. നിങ്ങൾക്ക് ഈ ഒന്നിനും പറ്റാത്ത ഈ അവസാനം ഇതൊക്കെ കയറി വന്ന നാട്ടിൽ ഫ്രിഡ്ജില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അവർക്ക് കാണാൻ വരാം. ഇവിടുന്ന് ഒരാൾ പരിഷ്കൃത ലോകത്തേക്ക് പോയാൽ തിരിച്ചു വരാൻ പാടില്ല. മനസ്സിലായില്ല? ആമിഷികളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ഇനി പുറത്തു പോയി പഠിച്ച് ജീവിക്കണമെങ്കിൽ പോകാം, കഴിഞ്ഞു. പിന്നെ അവൻ ഇങ്ങോട്ട് വരരുത്, തിരിച്ചു വരാൻ പാടില്ല. പോകാം, തിരിച്ചു വരാൻ പാടില്ല. ഒരു പ്രത്യേക ജനത. അത് അവർ എത്ര കാലമായി, എത്ര നൂറ്റാണ്ടുകളായി അവരങ്ങനെ ജീവിക്കുന്നത്. അവർ നല്ല ആരോഗ്യമുള്ളവരും കരുത്തുള്ളവരും ഭക്ഷണമുള്ളവരും നല്ല കരുത്തുള്ളവരുമാണ്. സമയമുണ്ട് ഇഷ്ടം പോലെ. വൈകുന്നേരം എല്ലാവരും കൂടി വേദം വായിക്കും. വീട്ടുമുറ്റത്ത് കൂടിയിരുന്നിട്ട് 8-10 വീടുകൾ കൂടിയിരുന്നിട്ട് വേദം പ്രസംഗിക്കും, പാട്ടുപാടും.
നേരത്തെ കിടന്നുറങ്ങും. കാരണം അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്നുമില്ല, നേരത്തെ ഉറങ്ങും. അവർ ആമിഷകൾ നേരത്തെ ഉറങ്ങും. നേരത്തെയാണ് ഒരു ആമിഷ് 3 മണിക്ക് എണീക്കും. ആദ്യം ചെയ്യുന്നത് പശുവിനെ കറക്കൽ. 3 മണിയായ ആമിഷ് എണീക്കും. അവർക്ക് മൊബൈലില്ല, ഫോണില്ല. ഒരു പൊതു ഫോൺ ഉണ്ടാവും. പുറത്തുള്ള എന്തെങ്കിലും എല്ലാം സാധനത്തിൻ്റെ ഇപ്പോൾ കയറ്റുമതി, ലോകത്തെ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു സൊസൈറ്റി. അപ്പോൾ അവർ പൊതു ഫോൺ വെക്കും. ഒരു ഫോണ്, എല്ലാവർക്കും കൂടി വിളിക്കാൻ പറ്റിയ ഫോൺ വെക്കും. എന്തൊരു അവരെ സംബന്ധിച്ചത് മൊബൈലില്ല. മൊബൈലില്ലാത്തതുകൊണ്ട് അവർക്ക് നേരം എന്താ കൂടുതൽ ചെയ്യാനുള്ളത്? അതിൽ അവർ അസ്തമിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന ചൊല്ലും. ക്രിസ്ത്യാനികളാണ് അവർ. പ്രാർത്ഥന ചൊല്ലും. പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും, കിടക്കും. നേരത്തെ ഭക്ഷണം കഴിക്കും, പ്രാർത്ഥന ചൊല്ലും, കിടക്കും. അപ്പോൾ എന്താണെങ്കിലും 8 മണി 8:30 മണിയാകുമ്പോഴത്തേനും അവർ ഉറങ്ങും. 3 മണിക്ക് എണീക്കും. ആദ്യം ചെയ്ത പണി തൊഴുത്തിൽ പോയി പാല് കറക്കും. ഇഷ്ടംപോലെ സമയം. എന്തുകൊണ്ട് അനാവശ്യമായി ഒന്നിനെ ഒരു സമയം നഷ്ടപ്പെടുത്തി കളയുന്നില്ല? അപ്പം നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ വിഷയ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മോഡേൺ ടെക്നോളജി, നമ്മുടെ കിച്ചണുകളെ, മോഡേൺ കിച്ചൺ ടെക്നോളജി എത്രത്തോളം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരങ്ങൾ നശിപ്പിച്ചു എന്നതിനെക്കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ ഈ വിഷയത്തിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഭക്ഷണത്തിന് വരുന്ന മാറ്റങ്ങൾ, അത് വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ അതിലെ പോഷകങ്ങൾക്കും പ്രതിരോധ ശേഷിക്കും നൽകുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ നഷ്ടങ്ങൾ, ഇതൊക്കെ വൻതോതിൽ നമ്മുടെ ആരോഗ്യഘടനയ്ക്ക് വരുത്തിയ വിനാശങ്ങളെക്കുറിച്ചുള്ള പഠനം ഈ കഴിഞ്ഞ 2025 പോലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്താ അവർ പറയുന്നത്? ഭക്ഷണത്തിലെ അതായത് ഭക്ഷണത്തിൽ ഭൂരിഭാഗം വൈറ്റമിനുകളും ചൂട്, വെളിച്ചം, വായു എന്നിവയോട് സന്തുലിതപ്പെട്ടാണ് ഇരിക്കുക. അതായത് അതിനനുസരിച്ച് അത് മാറും. അതായത് ഭക്ഷണത്തിന് എവിടെ വെച്ചോ അവിടുത്തെ വായു, അവിടുത്തെ ചൂട്, അവിടുത്തെ വെളിച്ചം, തണുപ്പ്, ഇതിനോടൊക്കെ അത് വളരെ സെൻസിറ്റീവാണ് എന്ത് ഭക്ഷണം. അതിനനുസരിച്ച് ഭക്ഷണത്തിൻ്റെ ഗുണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണം പറയാം, വൈറ്റമിൻ സി പ്രധാനപ്പെട്ട ഒരു ആവശ്യമുള്ളൊരു ഘടകമാണ് വൈറ്റമിൻ സി. ഇത് ഇഷ്ടം പോലെ ഉള്ളതാണ് പച്ചക്കറികൾ. പച്ചക്കറിയിൽ വൈറ്റമിൻ സി ഉണ്ട്. പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല പച്ചക്കറിയും നാച്ചുറലായി കടിച്ച് തിന്നലായിരിക്കും നല്ലത്. കാരണം വൈറ്റമിൻ സിയുടെ ഒരു ഭാഗം വേവിച്ചാൽ നഷ്ടപ്പെട്ടു. അത് പിന്നെ അതല്ലാതെ നമുക്ക് നിർവാഹമില്ല. ഇപ്പം പച്ചക്കറി പലതും നമ്മൾ കടിച്ച് തിന്ന. അപ്പോൾ കക്കരി നല്ല എന്താ കടിച്ച് തിന്ന, പലതും കടിച്ച് തിന്നലായിരിക്കും നല്ലത്. നാച്ചുറലായി അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞില്ല, ഫ്രൂട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ അങ്ങോട്ട് കഴിക്കന്നെ, അതാണ് ഒരു നല്ലൊരു രീതി. അതേസമയത്ത് വേവിച്ച് കഴിക്കുന്ന പച്ചക്കറിയിൽ വൈറ്റമിൻ സിയുടെ ഒരു ഭാഗം വേവിക്കുമ്പോൾ തന്നെ പോകും. രണ്ടാമത്തെ ഭാഗം അത് ഫ്രിഡ്ജിൽ വെച്ചാൽ പോകും. പിന്നെ പുറത്തെടുത്ത് ചൂടാക്കുന്ന പച്ചക്കറി തനിച്ചവർ എന്ന് പറഞ്ഞാൽ തനിച്ചവർ. വൈറ്റമിൻ സി എത്രയും പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പോഷകമാണ്. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു. പിന്നീട് ഇത് ഫ്രിഡ്ജിലെ തണുത്ത അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഓക്സിഡേഷൻ വഴി ബാക്കി വൈറ്റമിൻ സി കൂടി ഇല്ലാതെയാവും. അതേപോലെ ബി വൈറ്റമിനുകൾ, തിയമിൻ B1, റൈബോഫ്ലേവിൻ പോലെയുള്ള വൈറ്റമിനുകൾ, ഇതെല്ലാം ജലത്തിൽ ലയിക്കുന്നവയാണ്. ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വീണ്ടും ചൂടാക്കുമ്പോൾ ഈ വൈറ്റമിൻ്റെ ഘടന പൂർണ്ണമായി തകരുകയും ശരീരത്തിൽ ഉപകരിക്കാത്ത വിധം നശിക്കുകയും ചെയ്യുന്നു. ഇത് ഇറച്ചി മീനൊന്നും പറയും വേണ്ട. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഉപദ്രവം ചെയ്യുന്നതിൽ വളരെ കുറഞ്ഞ ഉപദ്രവം ചെയ്യുന്നൊരു സാധനമാണ് പച്ചക്കറി. ഉപദ്രവം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും കുറഞ്ഞ ഉപദ്രവേ പച്ചക്കറി ചെയ്യും. പക്ഷെ അതേ സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അത് ഇനി വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പച്ചക്കറി ചില ആളുകൾക്കൊക്കെ ഉണ്ട്. നമ്മൾ പച്ചക്കറി കൊണ്ടുവന്ന് അരിഞ്ഞ് വൃത്തിയാക്കി ഒക്കെ ക്ലിയറാക്കിയ ശേഷം എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ കയറ്റി വെക്കും.
തേങ്ങ നമ്മൾ ചിരണ്ടിയതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. ഈ സാധനങ്ങൾക്കെല്ലാം ഫ്രിഡ്ജിൻ്റെ അവസ്ഥയും നമ്മൾ അവസ്ഥയും രണ്ടാണ്. സാധാരണ വായുവല്ല അവിടെ ഉള്ളത്, സാധാരണ നമ്മളെ ഒരു നേച്ചുറൽ പ്ലേസിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഘടനയല്ല. ഉദാഹരണം പറയാം, ഒരു തേങ്ങ ചിരണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചാൽ, സാധാരണ ചൂടും വെളിച്ചമുള്ള സ്ഥലത്ത് തന്നെ വെച്ചാൽ ഒരു സമയം കഴിയുമ്പോഴത്തേന് നാശമാവും. ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാലോ നാശം പെട്ടെന്ന് കാണിക്കൂലെന്നേ ഉള്ളൂ. അതായത് ചീഞ്ഞതും അഴുകിയതുമായി തോന്നിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ അതേ സമയത്തിൽ രാസപ്രവർത്തനം അതിൻ്റെ ഇടയിൽ നടക്കും. അതായത് പുറത്തുള്ള വായുവിൻ്റെ സിസ്റ്റത്തിലല്ല, ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള വായുഘടന വ്യത്യാസമുണ്ട്. ഇതിനനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ വരും. അപ്പം പച്ചക്കറിക്ക് തന്നെ നാശങ്ങൾ സംഭവിക്കും. ലോസ് ഓഫ് ആൻറ്റി ഓക്സിഡൻറ്റ് കപ്പാസിറ്റി, അതായത് പ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ ശരീരത്തിലെ കോശങ്ങളെ നാശം തടയുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും സഹായിക്കുന്ന ഘടകങ്ങളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ. ഇത് ശരീരത്തിന് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു ഇമ്മ്യൂണൽ പവർ കരുത്തുണ്ടാക്കും, രോഗപ്രതിരോധ ശേഷി കൂട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. അതേ സമയത്ത് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ പച്ചക്കറിയിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ഇതെല്ലാം ഈ രോഗപ്രതിരോധ ശേഷിയുടെ ഘടകങ്ങളായ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളെ ഉള്ള പച്ചക്കറി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അത് ഫ്രിഡ്ജിലേക്ക് വരുന്നതോടുകൂടെ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് കപ്പാസിറ്റി ലോസായി പോകും. ഇതാണ് അവർ പറഞ്ഞത്. പച്ചക്കറികളിലും ഇലക്കറികളിലും അടങ്ങിയിരിക്കുന്ന ഫെനോളിക് കോമ്പൗണ്ട്സും ആന്തോസയാനിൻസിൻസ് കോമ്പൗണ്ട്സും ഇതെല്ലാം ആണ് സത്യത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നൽകുന്നത്. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം പാകം ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഭക്ഷണം ഓരോ സമയം കഴിയുന്നോറും അതിൻ്റെ മൊത്തത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ശേഷിയിൽ വലിയ കുറവ് രേഖപ്പെടുത്തും. അതായത് ഭക്ഷണം കേടുകൂടാതെ ഇരിക്കുമെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ പ്രതിരോധ ശേഷി ഉണ്ടാകൂല. മനസ്സിലായില്ല? അപ്പം പച്ചക്കറിക്കോലും ഇങ്ങനെയാണ്. ഇറച്ചിയുടെ കാര്യം പറയണ്ട, പാലിൻ്റെ കാര്യം പറയണ്ട. ഒരു നാച്ചുറൽ പ്ലേസിലുള്ള പാലും ഫ്രിഡ്ജിൽ വെച്ച പാലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പച്ചക്കറിന് എങ്ങനെയാണ് അത് ഈ ഭക്ഷണം നമ്മളത് എടുത്തിട്ട് വീണ്ടും ചൂടാക്കി കഴിക്കുകയാണ്. പച്ചക്കറി ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കി കുറച്ച് കൂടുതൽ ഉണ്ടാക്കും, ഉച്ചക്കും രാത്രിയേക്കും. ഉച്ചക്കുള്ളത് കഴിച്ചിട്ട് ബാക്കി രാത്രിയൊക്കെയുള്ളത്. അപകടം വരുത്തുന്നതിൽ വളരെ കുറഞ്ഞ അപകടം വരുത്തുന്ന സാധനമാണ് പച്ചക്കറി. പക്ഷെ ആ പച്ചക്കറി പോലും ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വീണ്ടും ചൂടാക്കുമ്പോൾ അതൊരു ചവറ. എന്തുകൊണ്ട്? അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് കപ്പാസിറ്റി ഇപ്പോൾ അതിൽ